എൽബോർഡ് ഒട്ടിച്ച KSRTCയുടെ ബസ്സും കാറും ബൈക്കും സ്കൂട്ടറും തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് നാളായിട്ട് പൊതുജനം കാത്തിരുന്ന KSRTCയുടെ കീഴിലെ ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെ പ്രവർത്തനം തുടങ്ങുകയാണ്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു. ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പൊതുജനത്തിന് ഡ്രൈവിംഗ് പഠിക്കാമെന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഹെവി വാഹനങ്ങളൊക്കെ ലൈസൻസ് എടുക്കണമെങ്കിൽ അത് പഠിക്കണമെങ്കിൽ 15,000 രൂപയ്ക്ക് പുറത്താണ് നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ ഫീസ് ഈടാക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ KSRTCയുടെ കീഴിൽ ഡ്രൈവിംഗ് പഠിക്കാം എന്നുള്ളതാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ നിരക്ക് എത്രയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഹെവി വാഹനങ്ങൾ പഠിക്കുന്നതിന് 9,000 രൂപയും ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ പഠിക്കുന്നതിന് 9,000 രൂപയും ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ 3,500. ഇനി ഇരുചക്ര വാഹനവും കാറും കൂടെ പഠിക്കുന്നതിന് വേണ്ടി 11,000 രൂപയാണ് നിലവിൽ ഇപ്പോൾ നിരക്ക് ഈടാക്കി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി പേരാണ് KSRTCയിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. നാളെ മുതൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് KSRTC. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസിൽ കൂടി പോകുന്ന കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായ പ്രാവീണ്യവും ആ മേഖലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അത് റോഡിൽ പൂർണ്ണതോതിൽ വാഹനം ഉപയോഗിക്കാനുള്ള ഒരു എക്സ്പെർട്ടൈസും സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അവർക്ക് സൗജന്യമായിട്ട് ഈ ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ വേണ്ട ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഒരുക്കാൻ വേണ്ടിയുള്ള ആലോചനയൊക്കെയാണ്. അത് വിശദമായിട്ടൊക്കെ പഠിച്ച ശേഷമായിരിക്കും അതിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ വലിയ സമരത്തിലേക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കൊക്കെ നീങ്ങുന്ന ആ ഘട്ടത്തിലായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTCയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും അതിപ്പോൾ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. 22 ഇടത്ത് ഇതേപോലെ KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങും. സിമുലേറ്റർ അടക്കമുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടായിരിക്കും KSRTC അവരുടെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് മുന്നോട്ട് പോകുക. KSRTCയുടെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നിന്ന് RB സനു, മീഡിയ 1.